ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. യാത്ര മീൻസ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് പോകും. ഈ വർഷത്തെ ലാസ്റ്റത്തെ വ്ളോഗാണ് ഗായ്സ്. ഇന്ന് 31/12/2024 എൻ്റെ കോളേജിൽ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ എന്ത് കൊടുക്കലേട്ടാ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കുന്ന സംഭവത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. അപ്പം ആ ഒരു പരിപാടിക്ക് മാത്രമായിട്ടാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ സിറ്റുവേഷൻ കണ്ടില്ലേ, നമ്മളെ ബേബി എപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ എങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഗിഫ്റ്റ് കൊടുത്ത് വേഗം വരും. ഇന്ന് വൈകുന്നേരം നമുക്കിവിടെ ടൗണിലൊക്കെ വമ്പൻ പരിപാടിയാണ്, അതൊക്കെ കാണാൻ പോവണമെന്നൊക്കെ വിചാരിക്കുന്നു. DJ പാർട്ടി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഗൈസ്, ഇനി അടുത്ത വർഷം കാണാം. ഇനി അടുത്ത വർഷം അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പം ഹാപ്പി ന്യൂ ഇയർ. ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ബത്തേരി എത്തി. കാരണം 2 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അവിടെ എത്തി വേഗം ചടപടയെന്ന് പറഞ്ഞ് ഞാൻ വേഗം ഓടി പരിപാടിയിലേക്ക് പോയി. ജസ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത് ചടങ്ങിലൊന്നും പങ്കെടുക്കത്ത് മാത്രമേ ഉള്ളൂ. കാരണം ചെറിയൊരു തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം പോയി. അത് ജസ്റ്റ് ഇത്രയും സ്റ്റാഫാണ്. എന്നെ കിട്ടിയത് ഈ മിസ്സിനും എനിക്ക് കിട്ടിയത് ആ മിസ്സിനെയും, സോണി മിസ്സിനെയാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ആകെ വണ്ടറടിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഒരു മോം ടു ബി തന്നു. എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഇത് എത്രാമത്തെ മോം ടു ബി ആണെന്ന് വെച്ചാൽ ഒരു 4ാമത്തെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരുപാട് മോം ടു ബി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി മോം ടു ബി കിട്ടിയപ്പം. ഇതാണ് എൻ്റെ സ്റ്റുഡൻസ്. കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് പേര് ലീവാണ്. അത് ഏയ്, താങ്കൾ ക്ഷീണിതനായോ? ഗൈസ്, എൻ്റെ ഭർത്താവിന് കുറച്ച് ധൃതി കൂടുതലായതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊളിച്ചു നോക്കിയിട്ടുണ്ട്. സോ ഞാനത് പൊളിക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നിന്നായിരുന്നു. ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഡ്രസ്സാണ് ഗൈസ്. ഡ്രസ്സ് നല്ല ഗിഫ്റ്റ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഗിഫ്റ്റ്. നല്ലൊരു ഗിഫ്റ്റായിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ ആവശ്യമുള്ളൊരു ടോപ്പാണത്. കാരണം വിത്ത് സിബുള്ള ഒരു ടോപ്പാണ്. അപ്പം ഇനി ഫീഡിങ്ങിലായാലും ഇത് ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ അതെല്ലാം പറഞ്ഞങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്രേവിങ്സ് വെച്ചിട്ട് എനിക്ക് കുറച്ച് തണുത്ത ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സുഖം കിട്ടും. അപ്പോൾ അതിന് തല്ല് കൂടിക്കൊണ്ട് പോവുമായിരുന്നു. കാരണം ഐസ്ക്രീമിനോടൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നമുക്കത് ഭയങ്കര ജങ്ക് ഫുഡൊക്കെ പോലെ ആയതുകൊണ്ട് അത് വാങ്ങിത്തരാൻ അഖിലേട്ടൻ ഭയങ്കര മടി കാണിച്ചു. അതിന് തല്ലും പിടിച്ച് പോവുമായിരുന്നു. അതിന് വോയിസ് ഞാൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തല്ല് കൂടുന്നത് വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒറിജിനൽ തല്ലൊന്നുമല്ല, വെറുതെ അങ്ങോട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ജോലി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ആത്മബന്ധം തോന്നുന്നത് ഇവിടെയാണ്. അതായത് അൽഫോൺസ കോളേജ്. അവിടുത്തെ പിള്ളേരായാലും അതെ, എല്ലാവരും ഭയങ്കര സ്വീറ്റാട്ടോ. എനിക്കിപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് മോം ടു ബി ഒരുപാട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ വീട്ടുകാർ അവിടെ തൊട്ട് എനിക്ക് വോയിസ് കവർ ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ക്രാഷസ് വന്നിട്ട് ഞാനത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്താ പറയുക, കോളേജിൻ്റെ സ്റ്റാഫായാലും സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എനിക്ക്, എൻ്റെ കോളേജിലെ കുട്ടികൾ, ടീച്ചേഴ്സ്, ഇവരെല്ലാവരുടെ കയ്യിൽ നിന്നും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ വേണ്ട. വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് അഖിലേട്ടൻ ഐസ്ക്രീം വാങ്ങി തരണം. JCBO പോസ്റ്റായി നിൽക്കുന്ന അഖിലേട്ടൻ. എന്താണിത്? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തൊന്നും വേണ്ടാന്ന്. കേക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ദൗത്യം വിജയകരമായി നടന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളത് കഴിച്ചു തുടങ്ങി ഗൈസ്.
എനിക്ക് എനിക്ക് ഫ്രൂട്ട് സാലഡിനെയും കാട്ടിയും അങ്ങനെയല്ലേ പറയുക, ആ സാധനത്തിനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐസ്ക്രീമും അങ്ങനെ ഷേക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. പക്ഷേ കുഴപ്പമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ക്യാമറ വെച്ച് ഞങ്ങൾ മര്യാദ കാണും വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, കാരണം നമ്മുടെ ആ ഒരു സംഭവം അവിടെ ഉള്ളതുകൊണ്ട്, ശിവൻ്റെ വണ്ടിയിൽ തൂക്കിയിട്ട ആ സാധനം ഉള്ളത് കൊണ്ട് കാണാൻ പറ്റിയില്ല. ആൾ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിലൊന്നും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ പാവല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. കുറേ ഞാനത് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള 100 രൂപയ്ക്ക് 6 പീസ്, കുടിക്കാനുള്ള ഒരു ഗ്ലാസ് 50. കുടിക്കാൻ മാത്രമേ കിട്ടുള്ളൂ. അതിൽ ചെറിയ കഷ്ണം ഉണ്ടാവും, കഴിക്കാനും കിട്ടും. ഒരു 50 രൂപ എൻ്റെ അതിനകത്ത് കുടിക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം കരിക്ക് വെള്ളം പോലെ തന്നെ. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു.